സലാം സാഹിബ് നമ്മോട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ എല്ലാ ഘടകങ്ങളെയും അറിയിച്ച കാര്യമാണ്. ഇനി ഒരു അറിയിപ്പില്ലാതെ തന്നെ നിലവിലുള്ള ചന്ദ്രികയുടെ വരിക്കാരല്ലാത്ത കൗൺസിലർമാരെ നീക്കം ചെയ്ത് പുതിയ കൗൺസിലർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി പ്രധാനമായും വിളിച്ചു ചേർത്തത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടക്കുന്ന വാർഡ് വിഭജനവും മറ്റു പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ഉത്ബോധനം നടത്തുന്നതിന് വേണ്ടിയാണ്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഖജാൻജി CT അമരി സാഹിബ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നെ നെല്ലിക്കുന്ന്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ BKP അമീദലി, AK മാഷബ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ആരും തന്നെ പ്രസംഗിക്കുന്നില്ല. അവർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വാർഡ് വിഭജനം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി LG-MLൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സർഫുദ്ദീനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കോവിഡിന് ശേഷം സമൂഹത്തിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും സാമൂഹിക ചുറ്റുപാടിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ മാസം പുറത്തു വന്നതിൽ പറയുന്നത് കോവിഡിന് ശേഷം നമ്മുടെ അറ്റൻഷൻ കപ്പാസിറ്റി കുറഞ്ഞു എന്ന, ശ്രദ്ധിക്കാനുള്ള ശേഷി 3 മണിക്കൂർ ഒരു വേദിയിലേക്ക് ശ്രദ്ധിച്ച് കേട്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ശരീരം ഉണ്ടാവും, മനസ്സിവിടെ അല്ലാത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ഈ ചടങ്ങ് ഇപ്പം സമയം 1 മണിക്ക് അവസാനിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദീർഘമായി ഒന്നും പറയുന്നില്ല, വളരെ കുറച്ച് കാര്യം മാത്രം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മാത്രം ക്ലിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട നേതാക്കളൊക്കെ അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കുന്നതും അതുകൊണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വാർഡ് വിഭജനം നടക്കണം. അതിൻ്റെ ഒന്ന് പറയാം. വാർഡ് വിഭജനത്തിന് നടന്നില്ലെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ലേ, പരാതി കൊടുക്കണം. അത് പറയാം. പരാതി കൊടുത്തിട്ടും നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അക്കാര്യം മാത്രമാണ് ഇവിടെ വളരെ ലളിതമായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള ആളുകൾ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് ഒരു കാര്യത്തിൽ ഉറങ്ങാന്നാണ് അതിൻ്റെ അർത്ഥം. അതാണല്ലോ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി. അവരുടെ സാന്നിധ്യം ഉണ്ടാവൽ അത്യാവശ്യമാണ്. കുറേ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ വാർഡ് വിഭജന പ്രക്രിയേൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തവണ വളരെ പരിമിതമായ സമയമാണുള്ളത്. ഈ ഗൈഡ് ലൈനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകളുടെയും അതിർത്തി പുനഃക്രമീകരിക്കണം എന്നൊരു വാചകമുണ്ട്. ഈ വാചകമാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ 5 വാർഡ് ചേർത്താൽ ചിലയിടത്തൊരു വാർഡ് ഉണ്ടാക്കാം, ബാക്കിയുള്ള പോപ്പുലേഷൻ്റെ ഉള്ളിലാണ് നിലനിർത്തുക. അതാണ് അതിൻ്റെ സാധ്യത, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സംശയം 27-ാം തീയതി നടന്ന തിരുവനന്തപുരത്ത് നടന്ന ട്രെയിനിങ്ങിൽ ഒരു സെക്രട്ടറി നമ്മൾ ഉന്നയിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി സെക്രട്ടറിക്ക് അത് അതേപോലെ നിലനിർത്താം. പിന്നെ എന്തുകൊണ്ട് ഈ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ വിശദീകരണം എന്താണെന്ന് പറഞ്ഞാൽ, അതേപോലെ നിലനിർത്താമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കും സെക്രട്ടറിമാർ. അത് ഒഴിവാക്കരുത്. അതും എന്ത് വേണം, പുതിയ റിപ്പോർട്ടിൽ 2 എന്ന ഫോറത്തിൽ ആ വാർഡിൻ്റെ പുതിയ നമ്പറായിരിക്കും ചിലപ്പോൾ, അല്ലെ പഴയ നമ്പറായിരിക്കും, അത് അതുപോലെ ചേർക്കണം. അതിലെ കെട്ടിട നമ്പർ മാത്രം എഴുതി ചേർക്കണം. ഇതൊക്കെ അതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ നാളെ തന്നെ കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു 10-15 ഉള്ളിൽ നമുക്ക് പ്രപ്പോസൽ അതിർത്തി വെച്ച് തയ്യാറാക്കാൻ കഴിയുള്ളൂ. പിന്നെ കഴിഞ്ഞ തവണ ഒക്കെ നമുക്കൊരു മാപ്പ് പെൻസിൽ കൊണ്ട് വരയ്ക്കലാണ്. ഇത്തവണ നമുക്ക് മാപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. ക്യൂഫീൽഡ് ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അതിന് പാസ്വേഡും യൂസർ നെയിമും ഉണ്ട്. അപ്പോൾ നമ്മളൊരു പ്രപ്പോസൽ ഉണ്ടാക്കി സെക്രട്ടറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറി എന്ത് ചെയ്യും, നമ്മളതാണ് അംഗീകരിക്കുന്നതെങ്കിൽ കൊടുക്കുന്നത് എങ്കിൽ ആ സ്റ്റാഫിനെ വിട്ടിട്ട് ഈ മൊബൈൽ ആപ്പുമായിട്ട് ഫീൽഡിൽ പോവും, അതിർത്തിയിലൂടെ പോയിട്ടാണ് എന്ത് തയ്യാറാക്കുക, മാപ്പ് തയ്യാറാക്കുക. ആ മാപ്പ് എന്നുള്ളത് നമുക്ക് ഗുണകരമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം കൃത്രിമമായിട്ടാണ് വാർഡ് ഉണ്ടാക്കുന്നത് എങ്കിൽ, ഇപ്പോൾ അങ്ങനെയാണല്ലോ, CPM-ന് ഭരണ സ്വാധീനം വെച്ച് കൃത്രിമമായിട്ട് വാർഡ് ഉണ്ടാക്കും. അപ്പം വാർഡ് ചിലപ്പം 5 കിലോമീറ്റർ നീളം ഉണ്ടാവും. മാപ്പിൽ എത്ര ഉണ്ടാവുള്ളൂ, ആനുപാതികം എടുക്കുമ്പോൾ 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. കാരണം അതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല. തലയിൽ എത്ര മുടി ഉണ്ടെന്ന് വെച്ചാൽ 11,000 എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ മാപ്പ് കൃത്രിമമാണെന്ന് പറയാൻ ഇതുവരെ എന്താവലില്ല, നമുക്ക് കഴിയാറില്ല. അതുകൊണ്ട് ഒരു ഭംഗിയായിട്ട് മാപ്പ് വരയ്ക്കുന്ന രീതിയാണുള്ളത്. ഇത്തവണ അത് നടക്കൂല. എന്താണുള്ളത്, ക്യൂഫീൽഡ് ആപ്പിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് എന്താക്കുക, അതിരുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ വളഞ്ഞ് തിരിഞ്ഞ് കൃത്രിമമായിട്ടുണ്ടെങ്കിൽ എന്തിലത് കാണും, മാപ്പിൽ തന്നെ കാണും. ഈ മാപ്പ് പാടില്ല എന്നാണ് CPM നിലപാടെടുത്തിരുന്നത്.
CPM നിലപാട് അതായിരുന്നു. ഇലക്ഷൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ മാപ്പ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു, ഡിജിറ്റൽ. ഈ തർക്കം കൊണ്ടാണ് ജൂലൈ 27 ഇറക്കാൻ തയ്യാറാക്കി വെച്ച ഉത്തരവ് 1.5 മാസം നീളാനുള്ള കാരണം ഈ തർക്കമാണ്. അവസാനം ഡിജിറ്റൽ മാപ്പിൽ തന്നെ ഉറപ്പിച്ചു. അതിൻ്റെ സാധ്യത നമ്മൾ ഉപയോഗിക്കുക. മാപ്പിലുള്ള കൃത്രിമം കൃത്യമായി കാണാൻ കഴിയും. അതിന് മാത്രം പോരാ, അതിലെന്തായിരിക്കണം, അടുത്തുള്ള പ്രദേശം ഗ്രാമസഭ ചേരാനും എത്തിപ്പെടാനും സൗകര്യമുള്ള രീതിയിലും ആയിരിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.